തരൂരിൻ്റെ തന്ത്രമോ എന്ന ചോദ്യത്തിന് തരൂരിൻ്റേത് തന്ത്രം തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന അടിയന്തരാവസ്ഥയുടെ പാഠം ഉൾക്കൊണ്ട് എന്ന ലേഖനം, അതിൽ ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയും ഒക്കെ വളരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട്, ക്രൂരതകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആ ലേഖനം എഴുതുന്നത്. ഇതേ തരൂർ 2024 ജൂൺ 12 പറഞ്ഞത് അടിയന്തരാവസ്ഥ ഭരണഘടനാ അനുസൃതമായിരുന്നു എന്നാണ്. അത് എപ്പോഴായിരുന്നു? അമിത്ഷാ ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസമായി പ്രഖ്യാപിക്കുന്നതിനെ എതിർത്തുകൊണ്ട് തരൂർ പറഞ്ഞതാണ് 2024 ജൂൺ 12. അപ്പോൾ 2024 2025 എത്തുമ്പോൾ തരൂരിന് എന്തൊക്കെ സംഭവിക്കുന്നു? തരൂർ ഇപ്പോൾ കോൺഗ്രസ് വിമർശകനാകുന്നു, മോദി ഭക്തനാകുന്നു, മോദിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന നേതാവായി മാറുകയാണ്. ഈ ലേഖനത്തിൽ പറയുന്നു, അച്ചടക്കത്തിനും ക്രമത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ക്രൂരതകളായി മാറി. ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് നയിച്ച നിർബന്ധിത വന്ധ്യംകരണ പരിപാടികൾ അതിന് ഉദാഹരണമാണ്. ദരിദ്ര ഗ്രാമീണ പ്രദേശങ്ങളിൽ സ്വേച്ഛാപരമായ ലക്ഷ്യങ്ങൾ നേടുന്നതിനും ബലപ്രയോഗവും അക്രമവും ഉപയോഗിച്ചു. ന്യൂഡൽഹി പോലുള്ള നഗരകേന്ദ്രങ്ങളിൽ ചേരികൾ നിഷ്കരണം ഇടിച്ചു നിരത്തി ആയിരക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കി എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇതൊക്കെ ശരി തന്നെ. ഇപ്പോൾ അടിയന്തരാവസ്ഥയെ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കൾ ആരും അതിനെ അംഗീകരിക്കുന്നില്ല. അത് അന്നത്തെ ഒരു വീഴ്ചയായിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു പറയേണ്ട സന്ദർഭം ഇതാണോ? കാരണം BJP അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ എന്ന രീതിയിൽ തന്നെ അത് ഒരു പ്രചാരണ വിഷയമാക്കി എടുത്തുകൊണ്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് സഹായമേൽക്കുന്ന, അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടുള്ള പ്രതികരണം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്തിൻ്റെ ഭാഗത്തുണ്ടാവുക എന്നുള്ളതാണ്. കോൺഗ്രസ് ഇത്രയും ക്ഷമിക്കുന്നത് അദ്ദേഹം MP സ്ഥാനത്ത് നിന്നും അദ്ദേഹം രാജിവെക്കട്ടെ, പുറത്താക്കി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ, ആ സാങ്കേതിക പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ സ്വയം പോകട്ടെ എന്നതാണ് ആഗ്രഹിക്കുന്നത്. സ്വയം പോയി അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഈ പറയുന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മറ്റൊരാളെ കണ്ടെത്താനുള്ള ആലോചനകളും കോൺഗ്രസ് നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ആ പരിശോധനകളും ആ ചർച്ചകളും അവിടെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരാളെ കണ്ടെത്തും, അതിനുവേണ്ടിയുള്ള സമയമെടുക്കലാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്രയധികം ക്ഷമിച്ചുകൊണ്ടൊരു നേതാവിനോട് കോൺഗ്രസ് പ്രതികരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും സംശയമാണ്. ഇത്രയധികം പ്രകോപനങ്ങൾ ഉണ്ടാക്കിയിട്ടും അലോസരം ഉണ്ടാക്കിയിട്ടും ഇങ്ങനെ ക്ഷമിക്കുന്ന ഒരു സംവിധാനം ഇതിനു മുമ്പ് വേറെ ഒരു നേതാക്കളുടെ കാര്യത്തിലും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴാണ് ഈ ശശി തരൂർ ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത്? അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇവിടെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. ഇവിടെ മാധ്യമപ്രവർത്തനം അടക്കം എത്രയാണ്, ആ റേറ്റിംഗിൽ എത്ര താഴെയാണ് കിടക്കുന്നതെന്നുള്ള വിഷയമൊക്കെ അവിടെ നിൽക്കുന്ന സമയത്താണ് ഇവിടെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുകയും വളരെ മൈൽഡായിട്ടാണ് പറഞ്ഞു പോകുന്നത് മറ്റു കാര്യങ്ങൾ. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് വിശദമായി പറയാതെ ഇന്നത്തെ ഇന്ത്യ കൂടുതൽ അഭിവൃദ്ധിയുള്ളതും പല കാര്യങ്ങളിലും കൂടുതൽ ദൃഢമായ ജനാധിപത്യം ഉള്ള ഒരു രാജ്യമായിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കാണാനാകുന്നത്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെ, അദ്ദേഹത്തിൻ്റെ എഴുത്തിനെയൊക്കെ അദ്ദേഹം തന്നെ തള്ളിക്കളയുന്ന രൂപത്തിലാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അതങ്ങനെ ഒരു കാര്യം. കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയാകാൻ പിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്ന് വന്നിരിക്കുന്ന ഒരു സർവേ, ആ സർവേയിൽ അദ്ദേഹത്തിന് നല്ല പിന്തുണയുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹത്തിന് 28.3% പേരുടെ പിന്തുണയുണ്ടെന്നാണ് പറയുന്നത്. അതേസമയം അപ്പുറത്ത് പിണറായി വിജയന് പിന്തുണ 17.5% ഉള്ളൂ. KK ശൈലജയ്ക്ക് 24.2% എന്നുള്ളത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ആ ഇവിടെ CPM പോലും ഏറ്റെടുക്കാഞ്ഞത്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ശൈലജയ്ക്കാണ് കൂടുതൽ അവിടെ സാധ്യത എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും CPM കൂടി ആ പരിഹാസവുമായി ബന്ധപ്പെട്ട് അതിൽ വരാതിരുന്നതെന്ന് തോന്നുന്നു. കേരള വോട്ട് വൈബ് എന്ന സ്വകാര്യ ഏജൻസിയാണല്ലോ ഇങ്ങനെ ഒരു സർവേ നടത്തിയത്. അപ്പോൾ ഈ കേരള വോട്ട് വൈബ് എന്ന സ്വകാര്യ ഏജൻസി വോട്ട് വൈബ് ശരിയാ, വോട്ട് വൈബ്. അപ്പോൾ ഈ വോട്ട് വൈബ് എങ്ങനെയാണ് വന്നത്? ഈ മാർച്ചിലാണ് Xൽ ഇതിൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ അപ്ഡേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. മെയ് ആകുമ്പോഴാണ് ഇതിൽ കണ്ടന്റുകൾ വന്നു തുടങ്ങുന്നത്. മിനിഞ്ഞാന്നാണ് ഇതിൻ്റെ ഈ പറയുന്ന ഈ സർവേ പലർക്കും ഇവർ അയച്ചു കൊടുക്കുന്നുണ്ട്. പല മാധ്യമങ്ങളും, കേരളത്തിൽ തന്നെ പല മാധ്യമങ്ങൾക്ക് സർവേ അയച്ചു കൊടുക്കുന്നുണ്ട്. അസം അതിനിടയ്ക്ക് അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ സർവേ അയച്ചു കൊടുക്കുന്നു. ഇതിൽ നോക്കൂ, ഇതിലാകെ 129 ഫോളോവേഴ്സേ ഉള്ളൂ. 129 ഫോളോവേഴ്സ് ഉള്ള ഒരു ഏജൻസിയാണ്. അവരെങ്ങനെ സർവേ നടത്തുന്നതിനെ കുറിച്ചൊന്നും നല്ല വിശദീകരിക്കുന്നില്ല. എന്താണ് അവരെടുക്കുന്നതിൻ്റെ മാനദണ്ഡം എന്നൊന്നും അതിലില്ല. ഇത്ര കണക്ക് എന്നുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പോൾ മിനിഞ്ഞാന്ന് പലർക്കും ഇത് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത് ഈ ഏജൻസി എന്താണെന്നൊക്കെ ആളുകൾ, മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത്ര 129 പേരല്ലേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് അത് അവഗണിച്ചു. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? പിന്നീട് ആരും മൈൻഡ് ചെയ്യാത്തപ്പോൾ ഒരു പ്രൊമോട്ടർ, നേരത്തെ ഒരു പേര് പറഞ്ഞല്ലോ, ഒരു പ്രൊമോട്ടർ, കൺസൾട്ടന്റ് ആണ് അദ്ദേഹം. നേരത്തെ NDTV, ഇന്ത്യ ടുഡേയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു കൺസൾട്ടന്റ് ആണ്. ഓക്കെ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? മണി കൺട്രോൾ വാർത്ത കൊടുക്കുന്നു. മണി കൺട്രോളിലെ വാർത്ത എന്ന നിലയ്ക്കാണ് തരൂർ ട്വീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വഴികളിലൂടെ കടന്നു പോയിട്ട് ഈ വാർത്ത ഞാൻ തന്നെ എന്നെ അംഗീകരിച്ച നന്ദി എന്നൊരു കൂപ്പുകയോടുകൂടി അദ്ദേഹം അത് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അതിലെ കള്ളത്തരം, അതിപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ പരസ്യമായി പ്രതികരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇതൊരു
ഫേക്ക് സർവേ ആണ് എന്ന് നേതാക്കൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ പറയുന്നൊരു ഫേക്ക് സർവേ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഈ സർവേയിലെ കള്ളത്തരം അവിടെ നിൽക്കുന്നു, പറഞ്ഞ കാര്യങ്ങൾ സ്വയം തള്ളുന്ന കാര്യം അവിടെ നിൽക്കുന്നു. സർവേയുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഏജൻസിയുമായി ബന്ധപ്പെട്ട് കുറച്ചു കാര്യങ്ങൾ കൂടി പുറത്തു വരേണ്ടത്. ഏജൻസി യഥാർത്ഥത്തിൽ ഈ ഏജൻസിക്ക് തരൂരിന് ഏജൻസിയുമായുള്ള ബന്ധം എന്താണ് ആ തരത്തിലുള്ള അന്വേഷണം കൂടി നടത്തേണ്ടത്. അത് അന്വേഷിച്ച് വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരും. ആ അന്വേഷണത്തിലേക്ക് കോൺഗ്രസ് കടക്കുമോ എന്നുള്ളതാണ്. വോട്ട് വൈബിനെ പിന്തുടരുന്ന എക്സിലെ ഒരു പ്രൊഫൈലിന്റെ പേര് തരൂർ സോൾ ഓഫ് ഇന്ത്യ എന്നതാണ്. അതാണ്. അപ്പോൾ പിന്നെ ക്ലിയർ ആയല്ലോ. അപ്പോൾ അത് ചില കാര്യങ്ങൾ അവിടെ ക്ലിയർ ആവുകയാണ്. കുറച്ച് കാര്യങ്ങൾ ഇനി കോൺഗ്രസ് പരിശോധിച്ച് കോൺഗ്രസ് തന്നെ പുറത്ത് കൊണ്ടുവരട്ടെ. അപ്പോൾ ആ കാര്യങ്ങൾ പുറത്തേക്ക് വരട്ടെ എന്നുള്ളതാണ്. പിന്നെ ഈ പല ഘട്ടങ്ങളിലായി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നേതാവിന് ഏറ്റവും നിർണായകമായ സന്ദർഭമാണല്ലോ ഈ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അപ്പുറത്ത് മോദിയുടെ നാവായി പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെ കാണാൻ അവസരം കൊടുക്കാത്തത് എന്ത് എന്നാണ് ശ്രീ ആൻഡ്രൂ ചോദിച്ചത്. ഇങ്ങനെ അവസരം കൊടുക്കുന്നേ തുടർച്ചയായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നേതാവ് പുറത്താക്കി കഴിഞ്ഞാൽ എന്താണ് അതും ഒരു അവസരമാക്കും. അങ്ങനെ അവസരമാക്കണ്ട, ചീഞ്ഞ് താഴെ വിടട്ടെ എന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ചീഞ്ഞ് താഴെ വിടട്ടെ. സ്വയം ഇങ്ങനെ കോൺഗ്രസ് പാർട്ടിക്ക് കോൺഗ്രസ് അണികൾക്ക് ഇഷ്ടപ്പെടാത്തൊരു നേതാവായി സ്വയം അദ്ദേഹം ഇങ്ങനെ അവരോധിക്കട്ടെ. ഇങ്ങനെ BJP പുകഴ്ത്തി ഇപ്പോഴുള്ള പിന്തുണ കൂടി ഇല്ലാതാകട്ടെ എന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള സമയമെടുക്കലാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇപ്പോൾ ഈ പറയുന്ന പോലെ അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്ന അണി അദ്ദേഹത്തെ ഇപ്പോൾ ഈ പറഞ്ഞ ഡൽഹി നായർന്നുള്ള പ്രയോഗമൊക്കെ NSSും തിരുത്തി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, പൊന്നാട എണീക്കുന്നു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അദ്ദേഹം ഇവിടെ കേരളത്തിലൂടെ മുഖ്യമന്ത്രിയാകാൻ ഒരു യാത്ര നടത്തി. ആ യാത്രയിൽ ചില MP-മാരുടെ MK രാഘവനെ പോലുള്ളവർ പിന്തുണയുണ്ടായിരുന്നു. ഇപ്പോൾ MK രാഘവൻ ഒന്നും പറയുന്നില്ലല്ലോ. ലീഗും കൈവിട്ടു ഹമാസ് വിഷയം പറഞ്ഞതോടുകൂടി. ലീഗ് ഇന്ന് പരസ്യമായി പറയുകയും ചെയ്തു ഇങ്ങനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രതികാരം ഒരു നേതാവിൽ നിന്ന് വരരുതെന്ന്. അപ്പോൾ ഒരു നിയന്ത്രണ രേഖയെക്കുറിച്ച് ലക്ഷ്മണ രേഖയെക്കുറിച്ചൊക്കെ ഇവിടെ KC വേണുഗോപാൽ പറയുന്നുണ്ട്. അദ്ദേഹം നടന്നു പോകുന്ന വഴികളിലൊക്കെ വരച്ച് പോവുകയാണോ എന്നറിയില്ല. അപ്പോൾ ലക്ഷ്മണ രേഖയുടെ കാര്യത്തിൽ ഒരു തീരുമാനം അറ്റ്ലീസ്റ്റ് ഈ പ്രവർത്തക സമിതിയിൽ നിന്ന് ഒഴിവാക്കുക ഇത് ഒരു മെസ്സേജാണ്. അത് ഈ അണികൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ ഉള്ള ഒരു സന്ദേശമാകും. നമ്മളോട് ഇങ്ങനെ നമ്മുടെ പാർട്ടിയോട് ഇത്രയും മോശമായി പെരുമാറിയ ആളെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിൽ നിന്ന് അത് ഒഴിവാക്കുന്നു, പ്രവർത്തക സമിതി അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. MP ആയി അദ്ദേഹം തുടരട്ടെ. പക്ഷേ ആ തീരുമാനത്തിലേക്ക് എന്താണ് പോകാത്തതെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇനി എന്തായാലും കോൺഗ്രസ് നേതാക്കൾ തരൂരിനെ കണ്ടൊരു ചർച്ച നടത്തുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ആ സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഡിസംബറിൽ 2026 ഡിസംബറിൽ UN സെക്രട്ടറി ജനറലുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ആ റൊട്ടേഷനിൽ ഇപ്പോൾ ഏഷ്യക്കാരനാണ് സാധ്യത. ആ ഏഷ്യക്കാരനുള്ള സാധ്യത ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം അവിടെ നടക്കുന്നു. ഇപ്പോൾ BJP പോയില്ല എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. BJP പോകേണ്ട, മോദിയുടെ കാലത്തതാ ഇവിടെ നിന്ന് UN ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടാകുന്നു ഇന്ത്യയിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും മോദിക്കൊരു അഭിമാനമാണ്. അപ്പോൾ റഷ്യയിലേക്ക് പറഞ്ഞയച്ച് റഷ്യയുടെ പിന്തുണയ്ക്കായിരിക്കും. ചൈന എതിർക്കുമ്പോൾ റഷ്യയുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഈ ചീഞ്ഞളിഞ്ഞ് പോകട്ടെ എന്ന് കോൺഗ്രസ് തീരുമാനിച്ച് എത്ര കാലം കാത്തിരിക്കും? ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇനി അടുത്ത വർഷം കേരളം, കേരളത്തിൽ ഇവിടെ വിഷയം ഇവിടെ ഒരു മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണിട്ട് പ്രതികരിച്ചിട്ടില്ല തിരുവനന്തപുരം MP. പ്രതികരിച്ചോ? ഇല്ല. അവിടെ ബീഹാറിൽ ഇപ്പോൾ മഹാസഖ്യം അവിടെ ഒരു പ്രക്ഷോഭത്തിലാണ്. അവിടെ ഒന്നും അദ്ദേഹമില്ല. തീരുമാനമുണ്ട്, അവഗണിച്ച് താഴെ കളയുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം അവഗണന എത്ര ദിവസം തുടരും. ഈ അവഗണന ഒറ്റ കാര്യമുള്ളൂ. രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഒരു കാര്യം പറയും, നരേന്ദ്രമോദി അവിടുന്ന് പറയേണ്ടി വരില്ല, സ്വന്തം പാളയത്തിന് അടുത്ത വാർത്ത വരും. ഇതാണല്ലോ നടക്കുന്നത്. നമുക്ക് നോക്കാം. ഏതായാലും തരൂർ സ്വയം കോൺഗ്രസിനകത്ത് സ്വയം അപമാനിതനാകുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ വിശാലമായ ആകാശത്ത് പറക്കാൻ അദ്ദേഹത്തിന്റെ ചിറകുകളുണ്ട്. അങ്ങോട്ടെങ്കിലും പറക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തന്നെ അങ്ങ് പറന്നു പോകട്ടെ എന്ന് കാത്തിരിക്കുന്നു പാർട്ടി എന്നാണ് ഞാൻ കരുതുന്നത്. Meet the editors.